السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله قال. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സയ്യിദിയം മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയം മജ്ലിസിലെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകളുണ്ട്. എൻ്റെ സഹോദരിമാർ, സഹോദരന്മാർ, അല്ലാഹുവേ അവർക്ക് ഈ മജ്ലിസിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹ് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ റാഹത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാ മുസീബത്തുകളും അല്ലാഹ് നീ തട്ടി മാറ്റണേ അല്ലാഹ്, നീ തട്ടി മാറ്റണേ തമ്പുരാനെ. ഇത് ഞങ്ങളെ സയ്യിദിന്റെ, ഇത് ഞങ്ങളെ തങ്ങളുപ്പാന്റെ മജ്ലിസാണെന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്. ഇവിടെ വന്ന് പറയുന്ന ആളുകളുണ്ട്, ഈ മജ്ലിസ് ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അവിടുത്തെ അമല് കേട്ടിട്ടില്ലെങ്കിൽ, തങ്ങളൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന എൻ്റെ സഹോദരിമാർ, എൻ്റെ സഹോദരന്മാർ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്ക് നീ കാവൽ കൊടുക്കണേ അല്ലാഹ്, എല്ലാ നിലക്കും നീ കാവലേഖണേ അല്ലാഹ്. അവരെ എല്ലാ കാര്യത്തിലും നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരു നിലക്കും നീ കൊയക്കല്ലേ അല്ലാഹ്, നീ തളർത്തല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അമല് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അമലാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ജീവിതത്തിൽ ദായിമാക്കാനും ജീവിതത്തിനോട് ഹൃദയത്തോട് ചേർത്ത് വെക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ചെറിയ അമലാണ്. എല്ലാവരും പറയാറുണ്ട്, വലിയ വലിയ അമലുകൾ പറയുന്ന, വലിയ വലിയ സൂറത്തുകൾ പറയുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും അമലുകളുണ്ടോ തങ്ങളെ, ഞങ്ങൾക്ക് ഓതാൻ പറ്റിയ ചെറിയ എന്തെങ്കിലും സൂറത്തുകൾ, ജീവിതത്തിൽ ദായിമാക്കാൻ പറ്റുന്ന ചെറിയ ഏതെങ്കിലും സൂറത്തുകൾ ഉണ്ടോ തങ്ങളെ എന്ന് ചോദിച്ച് മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, വിളിച്ചു പറയുന്ന ആളുകൾ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് പറയുന്ന ആളുകൾ, ചെറിയ എന്തെങ്കിലും അമലുകളുണ്ടോ, ഞങ്ങൾക്ക് ഓതാൻ പറ്റുന്ന ചെറിയ സൂറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഇന്ന് അതാണ് പറയുന്നത്. എല്ലാവർക്കും ഓതാൻ പറ്റുന്ന ചെറിയ 2 സൂറത്തുകൾ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ എല്ലാ 114 അധ്യായങ്ങൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്, അതിൻ്റെതായ ഫളായിലുകളുണ്ട്, അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. ഞാൻ മുൻകഴിഞ്ഞ മജ്ലിസുകളിൽ പറഞ്ഞിരുന്നു, മറ്റുള്ള സൂറത്തിന്റെ അമലുകൾ, മറ്റുള്ള സൂറത്ത് കൊണ്ട് എങ്ങനെയെല്ലാം അമലുകൾ എടുക്കാം, ഓരോരോ സൂറത്തുകൾ കൊണ്ട് എങ്ങനെയെല്ലാം അമലുകൾ എടുക്കാം, ശ്രേഷ്ഠമാക്കപ്പെട്ട ഓരോരോ സൂറത്തുകളുടെ അമലുകൾ ഞാൻ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്നത് ഈ 2 കുഞ്ഞൻ സൂറത്തുകൾ, ചെറിയ സൂറത്തുകൾ, നമ്മളെല്ലാം ജീവിതത്തിൽ പതിവാക്കുന്ന ചെറിയ സൂറത്തുകൾ അറിയാത്തവരായി ആരുണ്ടാവില്ല. എല്ലാവർക്കും ഓതാൻ പറ്റിയ ചെറിയ 2 സൂറത്തിന്റെ അമലാണ്
കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഫോൺ വിളിച്ച് ബന്ധപ്പെടുന്ന ആളുകൾ, മെസ്സേജുകൾ വാട്സപ്പിലായി അയക്കുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ അറിയിക്കുന്ന ആളുകൾ പറയുന്നതാണ്, തങ്ങളൊരു മനസ്സമാധാനമില്ല, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്, എല്ലാം കൊണ്ടും ഇടങ്ങേറാണ്, വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജീവിതം മുന്നോട്ട് നയിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ്. ജോലി സ്ഥലത്ത് പോയാൽ ജോലി തിരക്കുകളും അതിൻ്റെ സ്ട്രഗിളുകൾ, അതിൻ്റെ പ്രയാസങ്ങൾ, ജോലി പ്രയാസങ്ങൾ, ബിസിനസ് തിരക്കുകൾ, അതിൽ വീട്ടിലേക്ക് വന്നാലോ അവിടുന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും. ഒരു മനസ്സമാധാനം എനിക്കുണ്ടായിട്ടില്ല. കുറച്ച് കാലമായിട്ടൊരു മനസ്സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കടം കൊണ്ട് വലിയ പ്രയാസത്തിലാണ്. കടക്കാർ 4 ഭാഗത്തുനിന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീട് അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഇമ്മരപ്പടിയിലേക്ക് ചോദിച്ച് പ്രയാസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തൊടുമ്പോഴും കടമാണ്, കടം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്. ഒരു ബിസിനസ്സിൽ ഇറങ്ങിയാൽ ഒന്നും വിജയമായിട്ട് പൂവണിയുന്നില്ല. എന്ത് കച്ചവടത്തിൽ ഇറങ്ങിയാലും അത് വിജയകരമായി പൂവണിയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളുമാണ്. മകന്റെ കല്യാണക്കാരും ശരിയാകുന്നില്ല, അതിൻ്റെ ടെൻഷനിലാണ്, അതിൻ്റെ പ്രയാസത്തിലാണ് തങ്ങളെ. അല്ലെങ്കിൽ മകളുടെ കല്യാണക്കാരും റെഡിയാകുന്നില്ല, അതിൻ്റെ ടെൻഷനിലാണ്, അതിൻ്റെ പ്രയാസത്തിലാണ്. ജോലി റെഡിയാകുന്നില്ല, അതിൻ്റെ പ്രയാസത്തിലാണ്. കുറേ കാലമായി ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നു, അത് റെഡിയാകുന്നില്ല. മകനക്ക് പഠനമെല്ലാം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് പണം മുടക്കി പഠിപ്പിച്ചതാണ്, അവനക്ക് ജോലി റെഡിയാകുന്നില്ല, അതിൻ്റെ പ്രയാസത്തിലാണ്. പൈശാചികമായ ബുദ്ധിമുട്ട്, ഉപദ്രവങ്ങളെ പ്രയാസത്തിലാണ്, അതിൻ്റെ ടെൻഷനിലാണ്. ഒരു മനസ്സമാധാനം വീട്ടിലില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു മനസ്സമാധാനം വീട്ടിലുണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ കഴിഞ്ഞു പോയ കാലം മറന്നുപോയി തങ്ങളെ. ഓരോരുത്തരും ഇവിടെ വന്ന് പറയുന്ന ഓരോരോ സങ്കട കഥകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ധാരാളം ആളുകൾ ഇത്രം പ്രയാസത്തിലാണ് മുന്നോട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ജീവിതം മടുത്തുപോയ ആളുകൾ, വഴിമുട്ടിയ ആളുകൾ, ഈമാനിന്റെ ഒരു ഈമാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് തങ്ങളെ ഞാൻ ജീവിക്കുന്നത്. ഒരു മനസ്സമാധാനം എനിക്കില്ല. വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഇടങ്ങേറിലാണ്. എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല. വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലും വലിയ ഇടങ്ങേറിലുമാണ് തങ്ങളെ. ഇതിന് എന്തെങ്കിലും അമലുകളുണ്ടോ? ഇതിന് ഞാൻ എന്താണ് ചെല്ലേണ്ടത്? ഞാൻ എന്താണ് പതിവാക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് അമലുകൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് സങ്കടങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അമൽ. അല്ലാഹുവേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ, അല്ലാഹ് ചൊല്ലാനും അല്ലാഹ് ഓതാനും, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ധാരാളം സഹോദരിമാര്, സഹോദരന്മാര് പൊട്ടിക്കരഞ്ഞ് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്. അല്ലാഹ്, ഈ അമലിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, റഹ്മർ റഹീമീനായ അല്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഈ 2 സൂക്തങ്ങളെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ മനസ്സമാധാനം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കടങ്ങളിൽ നിന്നെല്ലാം നീ മോചനം നൽകണേ അല്ലാഹ്.
നീ നൽകണേ അല്ലാ. മനസ്സമാധാനം കെട്ടുപോയിട്ട് വലിയ രോഗത്തിൻ്റെ അടിമയാണ് ഇന്ന് ഉസ്താദേ ഞാൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലാ, പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ, പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാ. മനസ്സമാധാനം ഇല്ലാതെയായി ഞാൻ ഗുളികയുടെ മെഡിസിനിൻ്റെ അടിമയായിട്ട് കുറേ വർഷങ്ങളായി, കുറേ ദിവസങ്ങളായി. എന്നെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എന്നെ രോഗിയാക്കി തങ്ങളെ. വലിയ പ്രയാസമാണ്, വലിയ പ്രതിസന്ധിയാണ്. ഇതിന് ഞാൻ എന്താണ് പതിവാക്കേണ്ട ദിക്ർ? ഇതിന് ഞാൻ എന്താണ് പതിവാക്കേണ്ട സൂറത്ത്? ഇതിന് ഞാൻ എന്താണ് പതിവാക്കേണ്ട ദുആ? ഒന്ന് പറഞ്ഞു തരണേ തങ്ങളെ. വലിയ വലിയ ഉപകാരമാണ്, വലിയ സന്തോഷമാകും, വലിയ പ്രയാസത്തിൽ നിന്ന് വലിയ കരകയറലാകും തങ്ങളെ. എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് പ്രയാസം പറഞ്ഞ് കണ്ണീരോടെ വരുന്ന ആളുകളുണ്ട്. അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അത്ര ആളുകൾക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾ നിന്നെ കബൂൽ ചെയ്യണേ അല്ലാ. എന്താണ് ആ രണ്ട് സൂറത്തുകൾ? ചെറിയ സൂറത്താണ്, നമ്മളെല്ലാം ജീവിതത്തിൽ പതിവാക്കുന്ന സൂറത്താണ്. അല്ലാഹുവേ ഓതാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം. അല്ലാഹുവേ ഓതാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഓതേണ്ടത്, എപ്പോഴാണ് ആ സൂറത്തുകൾ ഓതേണ്ടത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെ മജ്ലിസിലേക്ക് വിളിക്കുന്നത്. കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള ആളുകൾ, കർണാടക പോലുള്ള തമിഴ്നാട് സ്റ്റേറ്റുകളിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, അവിടെ ലീവ് എടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, എൻ്റെ ദ്വീപ് നിവാസികൾ, ഞമ്മുമായി അഭേദ്യമായ ബന്ധമുള്ള എൻ്റെ ദ്വീപ് നിവാസികൾ, ധാരാളം ദ്വീപിലുള്ള ആളുകൾ ഞമ്മുമായി അഭേദ്യമായി ബന്ധമുള്ള ആളുകളാണ്. മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ആളുകളാണ്. അല്ലാഹുവേ അവർക്ക് എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി അവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാ. മനസ്സമാധാനം നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. ധാരാളം ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ മജ്ലിസ് കാണുന്ന ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത്. ചില സമയങ്ങളിൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം ഞാൻ ഒരാളാണ് ഇവിടുന്ന് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന ഒരാളാണ് ഇവിടുന്ന് അറ്റൻഡ് ചെയ്യുന്നത്. പല ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത്. ഇവിടെ ഒരാളേ ഉള്ളൂ. പല ഭാഗങ്ങളിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് ചില സമയത്ത് ബിസി ആയിരിക്കും, ചില സമയത്ത് എന്തെങ്കിലും പ്രോഗ്രാമിലോ അല്ലെങ്കിൽ മജ്ലിസിലോ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലോ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും കോൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത്. അതുകൊണ്ട് ആരും ബുദ്ധിമുട്ട് ആരും അനുഭവപ്പെടരുത്. നിങ്ങൾക്ക് ഒരു സമയത്ത് വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വരാനാണ് പറയുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ വന്ന് കൺസൾട്ടിങ് ചെയ്യാം. അല്ലാഹുവേ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും എന്ത് നിലയിലാണോ അവർ വിളിക്കുന്നത്, എന്ത് നിലക്കാണോ, എന്ത് പ്രയാസം പറഞ്ഞിട്ടാണോ വിളിക്കുന്നത്, ബന്ധപ്പെടുന്നത്, നേരിട്ട് വരുന്നത്, അല്ലാഹുവേ അവരെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാ. അല്ലാഹുവേ റാഹത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ വിളിക്കുന്നത് ഇനി എന്നാണ് തങ്ങൾ ഇരിക്കുന്നത്, ഇനി എന്നാണ് വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത്, ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത്, ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഈ നമ്പറിൽ ബുക്ക് ചെയ്തു വരിക. വിളിക്കുന്ന സമയത്ത് രാവിലെ 10 മണി മുതൽ രാത്രി ഒരു 9 മണി വരെയുള്ള ടൈമിലാണ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് കോൾ ചെയ്യേണ്ടത്. സമയം ഒന്ന് കണ്ടുവെച്ചോളൂ. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വരാനുള്ള ആളുകൾ മാത്രമേ വിളിക്കാവൂ. എല്ലാത്ത ആളുകൾ വിളിക്കുന്ന സമയത്ത് കൺസൾട്ടിങ്ങിന്റെ സമയമായിരിക്കും, അല്ലെങ്കിൽ നോക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് വിളിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എല്ലാ ദിവസങ്ങളും 10 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്താണ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് മജ്ലിസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയേണ്ടത്. ബുക്ക് ചെയ്യാനുള്ള സമയത്ത് ആ സമയമാണ് 10 മണി മുതൽ 9 മണി വരെയുള്ള സമയം. മറന്നു പോകരുത്. ശനിയാഴ്ച
ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ വഴി ചോദിച്ച് ആ വരുന്ന ആളുകൾ മാത്രമേ വിളിക്കാവൂ. അല്ലാഹുവേ, ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ധാരാളം ആളുകൾ മജ്ലിസിലേക്ക് വന്നുകൊണ്ട് അവരെ മുറാദുകൾ ഹാസിലായ ആളുകൾ നിരന്തരം വിളിക്കുകയാണ്, നിരന്തരം കോള് വരികയാണ്, ഇവിടെ വന്ന് സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. മജ്ലിസിലേക്ക് വന്ന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്ന് ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മകന്റെ ജോലി റെഡിയായി, അല്ലെങ്കിൽ മകന്റെ കല്യാണക്കാര്യം റെഡിയായി, മകളുടെ ജോലി റെഡിയായി, മകളെ കല്യാണക്കാര്യം റെഡിയായി, ആ പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി ഇപ്പൊ വീട്ടിൽ താമസിക്കാൻ അൽഹംദുലില്ലാഹ് റാഹത്തുണ്ട് തങ്ങളെ. തങ്ങൾ ഞാൻ ധാരാളം ഭാഗങ്ങൾ പോയിട്ടുണ്ട്, എനിക്കൊരു മനസ്സമാധാനം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് തങ്ങളെ മജ്ലിസ് ഞാൻ വീഡിയോയിൽ കാണുകയും ബന്ധപ്പെടുകയും തങ്ങളടുത്തേക്ക് വരുന്നു. അങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട്. മുന്നൊന്നും കണ്ടിരുന്നല്ലോ, മുന്നേ കണ്ടിരുന്നെങ്കിൽ എനിക്ക് വലിയ സമാധാനം കുറെ മുന്നേ തന്നെ ഉണ്ടാവുമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ ഒരു സമയമാകുമ്പോൾ, അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് അതൊക്കെ ഒരു സമയമാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഖലാ അടുക്കുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമ്മളുമായി ബന്ധപ്പെടാനുള്ള അവസരമൊക്കെ ഒക്കുകയുള്ളൂ. അത് സമയം നമുക്ക് എത്തണ്ടേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇനി ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ധാരാളം ആളുകൾ കൊണ്ട്, ധാരാളം ആളുകൾ ഇവിടെ വന്ന് വിജയം നേടിയെടുത്ത ആളുകൾ, അവരെ ജീവിത പ്രയാസങ്ങൾ മാറിയ ആളുകൾ, അവരെ ബുദ്ധിമുട്ടുകൾ അടങ്ങേറുകൾ നീങ്ങിയ ആളുകൾ, പല ജാതി പ്രയാസങ്ങൾ, ഭൂമി വിൽപ്പന ശരിയായ ആളുകൾ, എല്ലാം കൊണ്ടും പ്രയാസമായി നിന്ന ആളുകൾക്ക് വലിയ പരിഹാരമായത് ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഇത് എൻ്റെ ഒരു ഫളായിലല്ല, ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ട് തീരത്തെത്തിയ ബാഹസൻ ജമലുൽ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ ഒരു കറാമത്താണ് ഈ മജ്ലിസിന് എന്ത് അമല് സ്വീകരിക്കുന്നതോ അവർക്ക് റാഹത്താകുന്നത്. എന്ത് അമല് സ്വീകരിക്കുന്ന ആളുകൾക്കും വലിയ ശാന്തത, വലിയ സമാധാനം, അവരെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഈ മജ്ലിസിന്റെ ഉപ്പാപ്പയുടെ കറാമത്താണ്. ഉപ്പാപ്പയുടെ അരികത്ത് പോയി അവിടുത്തെ സമ്മതപ്രകാരമാണ് ഓരോരോ അമല് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ കാര്യം. ഓരോരോ അമല്, ഓരോരോ മജ്ലിസിലെ ഓരോരോ അമലുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ പറയുന്നത് ഉപ്പാപ്പയുടെ സമ്മതപ്രകാരമാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിംഗ് രീതിയും ഉപ്പാപ്പയുടെ സമ്മതപ്രകാരമാണ്. അവിടുത്തെ ഇജാസത്ത് അനുസരിച്ചാണ് ഓരോരോ കൺസൾട്ടിംഗ് രീതിയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അല്ലാഹു അവിടുത്തെ ദറജ നീയേറ്റി കൊടുക്കണേ അല്ലാ. അവിടുത്തെ ദറജ നീയേറ്റി കൊടുക്കണേ അല്ലാ. ധാരാളം ആളുകൾ വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിൽ നിന്ന സമയത്ത് ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് ഞാൻ 11 ഫാത്തിഹ ഈ മജ്ലിസ് കാണുന്ന എല്ലാവരും അത് ഓതുന്നുണ്ട്, എല്ലാവരും അത് ഓതുന്നുണ്ട്. അല്ലാഹുവേ, ഇനി ജീവിതത്തിൽ നിലനിർത്താൻ അല്ലാഹ് ഞങ്ങൾക്ക് ഇനി തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാ. അത് നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഹദറത്തിലേക്ക് ഒരു 11 ഫാത്തിഹ ദിവസം നിങ്ങൾ ഓതാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം, നിങ്ങൾക്ക് വലിയ റാഹത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ അല്ലാഹുവിനെ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാ. ഉപ്പാപ്പയുടെ കാവൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഒരു നിലക്കും കൊയക്കല്ലേ അല്ലാ. ഈ മജ്ലിസിന്റെ ശക്തി, ഈ സയ്യിദിയ മജ്ലിസിന്റെ ശക്തി ഇൻഷാ അല്ലാ ഉപ്പാപ്പയുടെ കറാമത്താണ്. അല്ലാ, നീ നിലനിർത്തണേ അല്ലാ. ഖിയാമം വരെ നീ നിലനിർത്തണേ അല്ലാ. നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. എന്താണ് അമല്? നമുക്ക് അമലിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ് അമല്? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 114 അധ്യായങ്ങളിലെ ആ 2 സൂറത്തുകൾ, മഹത്താക്കപ്പെട്ട 2 സൂറത്തുകൾക്ക് മനസ്സമാധാനം കിട്ടാൻ, കടങ്ങളിൽ നിന്ന് വലിയ മോചനം ലഭിക്കാൻ, കടക്കാരെ കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഇപ്രകാരം ഓതിയാൽ വലിയ റാഹ
റാഹത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. എല്ലാം നിലക്കുമുള്ള മനസ്സമാധാനം, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ജീവിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ സമ്പത്തുണ്ടായതുകൊണ്ട് കാര്യമില്ല. സമ്പത്തുണ്ട്, എല്ലാമുണ്ട്, എല്ലാമുണ്ട്, തറവാടുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ വീടുണ്ട്, കാറുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനമില്ല. നമ്മളെ ജീവിതത്തിൽ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനമില്ല. വലിയ 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 ബിസിനസ്സുകാര്, നമ്മുമായി ബന്ധപ്പെടുന്ന വലിയ വലിയ ബിസിനസ്സുകാരും പറയുന്നത് എന്താണ്? തങ്ങളെ വലിയ സമ്പത്ത് എനിക്കുണ്ട്, ഭൂമിയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരു സാധനമില്ല. തങ്ങളെ ഒരു സാധനം എൻ്റെ ജീവിതത്തിലില്ല. എന്താണത്? മനസ്സമാധാനമില്ല. ഒരു ദിവസം പോലും ഞാൻ മനസ്സമാധാനത്തോടു കൂടി ഒന്ന് കണ്ണടച്ചിട്ടില്ല തങ്ങളെ എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് എന്താണ് ഇല്ലാത്തത്? എല്ലാമുണ്ട്. പക്ഷെ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിട്ട് നമുക്ക് കാര്യമില്ല, ഒരു റാഹത്ത് ഉണ്ടാവൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മനസ്സമാധാനം ലഭിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയൊരു മരുന്നാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിലൂടെ ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നത് ഇൻഷാ അല്ലാഹ് അത് ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കണേ, ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ആ സൂറത്തിനെ പാരായണം ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ തമ്പുരാനെ. എപ്പോഴാണ് ഞങ്ങൾ ഓതേണ്ടത് എന്ന് പറയുന്ന ആളുകൾ എപ്പോഴാണ് ഞങ്ങൾ അത് പാരായണം ചെയ്യേണ്ടത്? എല്ലാ ദിവസവും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഈ 2 സൂറത്തുകൾ നിങ്ങൾ ഓതിയാൽ ഭൂമി ഇടിഞ്ഞു വീണാലും അന്ന് നിനക്ക് മനസ്സമാധാനം ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഭൂമി ഇടിഞ്ഞു വീണാലും അന്ന് നിനക്ക് മനസ്സമാധാനം ലഭിക്കും, അന്ന് നിനക്കൊരു ധൈര്യം ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഭൂമി ഇടിഞ്ഞു വീണാലും, ആകാശം ഇടിഞ്ഞു വീണ് ഭൂമി ഇടിഞ്ഞു വീണാലും ഇൻഷാ അല്ലാഹ് അന്ന് നിനക്ക് മനസ്സമാധാനം ലഭിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ 2 സൂറത്തുകൾ എപ്പോഴാണ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് അത് ഓതേണ്ടത്? സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ 94ാമത്തെ അധ്യായം സൂറത്ത് അലം നശ്റഹ് ലക സദ്റക് എന്ന് വരുന്ന സൂറത്ത് ശറഇനെ നിങ്ങൾ പാരായണം ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ സൂറത്ത് ശറ എല്ലാവർക്കും ഓതാൻ അറിയുന്ന ചെറിയ സൂറത്താണ് സൂറത്ത് ശറഹ്. അലം നശ്റഹ് ലക സദ്റക്. 2ാമത്തെ റക്അത്തിലെ 105ാമത്തെ അധ്യായം സൂറത്തുൽ ഫീൽ. 3ാമത്തെ റക്അത്തിലെ 94ാമത്തെ അധ്യായം സൂറത്ത് ശറഇനെ നിങ്ങൾ പാരായണം ചെയ്യുക. 2ാമത്തെ റക്അത്തിലെ ഏതാണ് സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീൽ നിങ്ങൾ പാരായണം ചെയ്യുക. ഈ 2 സൂറത്തുകളെയും നിങ്ങൾ ഇൻഷാ അല്ലാഹ് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും ഇൻഷാ അല്ലാഹ് അന്ന് നിനക്ക് മനസ്സമാധാനം ഉണ്ടാവും. വലിയ പ്രയാസങ്ങൾ വന്നാലും, മല പോലുള്ള പ്രയാസങ്ങൾ വന്നാലും അതിനെ മഞ്ഞു പോലെ നിനക്ക് ദൂരീകരിക്കാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂറത്തുൽ ഫീൽ. ആ ദിവസം നിങ്ങൾ ഇൻഷാ അല്ലാഹ് കഴിയുന്നത് വരെ, ആ ദിവസം കഴിയുന്നത് വരെ ഇൻഷാ അല്ലാഹ് നിനക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഏതാണ് സൂറത്തു ശറഉം സൂറത്തുൽ ഫീലും നിങ്ങൾ ഓതി കഴിഞ്ഞാൽ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അന്ന് നിനക്ക് മനസ്സമാധാനം ഉണ്ടാവും. അതിനാദ്യം എന്ത് വേണം? സുബ്ഹിക്ക് എഴുന്നേൽക്കണം, സുബ്ഹി നിസ്കരിക്കണം. സുബ്ഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു നമ്മളെ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കട്ട് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ചിന്തിക്കേണ്ടത് എന്താണ്? അല്ലാഹുവിനെ ഇഷ്ടമുള്ളവരിൽ നിന്ന് എന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്, എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എല്ലാ സുബ്ഹിയും ഒരിക്കലും
ആരും ഒഴിവാക്കൂല. വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ, വലിയ പ്രതിസന്ധികൾ വരുമ്പോഴായിരിക്കും ഓർക്കുന്നത് എൻ്റെ സുബ്ഹി ധാരാളം ദിവസങ്ങളായി, ധാരാളം മാസങ്ങളായി, ധാരാളം ആഴ്ചകളായി എൻ്റെ സുബ്ഹിയിൽ നിന്ന് പോയിട്ട് കളാൻ തുടങ്ങിയിട്ട് സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, വലിയ പ്രയാസമാണ്. ഇൻഷാ അല്ലാഹ് അവൻ ഓർക്കേണ്ടത് അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരിൽ നിന്ന് എന്നെ അല്ലാഹു ഒഴിവാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഒരാൾക്ക് സുബ്ഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു അവനെ വേർപിരിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവനിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ട്, അവൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രതിസന്ധിയോ ഒരു പ്രയാസമോ നിന്നെ തേടി വരൂല എന്ന് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ, ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ സയ്യിദിയം മജ്ലിസ് കാണുന്ന എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ അമലിനെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രയാസം അല്ലാഹു നൽകൂല, ഒരു ബുദ്ധിമുട്ട് അല്ലാഹു നൽകൂല, ജീവിതത്തിൽ വലിയ റാഹത്ത് അല്ലാഹു നൽകുമെന്ന് ഞാൻ പറഞ്ഞതല്ല, ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യണേ, ഇത് ഞാൻ ചെയ്യതങ്ങളെ എന്നും സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നസ്കാരത്തിൽ ഇത് ഞാൻ പ്രാവർത്തികമാക്കും. എനിക്ക് വലിയ കടമാണ്, വലിയ കടം കൊണ്ട് വലിയ പ്രയാസത്തിലാണ്, വലിയ ടെൻഷനാണ്, വലിയ മാനസികമായിട്ടുള്ള പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, മാനസിക പിരിമുറുക്കമാണ്. ഞാനിത് പതിവാക്കാം, ഇതിനൊരു രക്ഷ നേടാൻ, ഇതിനൊരു സലാമത്ത് എനിക്ക് നേടിയെടുക്കാൻ ഇത് ഞാൻ ജീവിതത്തിൽ പതിവാക്കിക്കോളാം തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടുകൂടി നിങ്ങൾ എഴുതി അറിയിക്കുക ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട്, ദുആ വസിയത്തുകൾ നടത്തുന്ന ആളുകളുണ്ട്. തങ്ങളെ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് തങ്ങൾ ദുആ ചെയ്യണം. മകന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട്, മകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എഴുതി അറിയിക്കുന്ന ആളുകൾ, ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് എഴുതി അറിയിക്കുന്നത്, വീട് പണി പൂർത്തിയാവാനുണ്ട് തങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി അറിയിക്കുന്നത്, രോഗമാണ് പരിപൂർണ്ണ ശിഫ ലഭിക്കാൻ വേണ്ടി എഴുതി അറിയിക്കുന്നത്, ബിസിനസ്സാണ്, കടയാണ്, ജോലിയാണ്, അങ്ങനെയുള്ള പ്രയാസങ്ങൾ പറഞ്ഞല്ല, ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടെല്ലാം എഴുതി അറിയിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ സയ്യിദിയം മജ്ലിസ് കാണുന്ന എൻ്റെ സയ്യിദിയം കുടുംബം, അല്ലാഹുവേ അവർക്കെല്ലാം നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെയും ഈ സയ്യിദിയം കുടുംബത്തെയും ഞങ്ങളെയും അല്ലാഹുവേ സ്വർഗത്തിൽ നീ എത്തിക്കണേ അല്ലാ, സ്വർഗത്തിൽ നീ എത്തിക്കണേ തമ്പുരാനെ, സ്വർഗത്തിൽ നീ എത്തിക്കണേ അല്ലാ, നീ സ്വർഗത്തിൽ എത്തിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ, മാപ്പ് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. എല്ലാ ദുആക്കും മുമ്പ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്, റബ്ബന അഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, അടിമകളല്ലാ നീ കൈവടിയല്ലേ അല്ലാ, കൈവടിയല്ലേ അല്ലാ. അടിമകളായ ഞങ്ങൾ യജമാനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാ, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാ, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് അല്ലാ, അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. ഈ സയ്യിദിയം മജ്ലിസ് മുടങ്ങാതെ കാണുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ അല്ലാഹു അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, രക്ഷ കൊടുക്കണേ അല്ലാ. ഇത് ഞങ്ങളെ
തങ്ങളെ മജ്‌ലിസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആളുകൾ, ഇത് കണ്ടില്ലെങ്കിൽ ആ ദിവസം ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകൾ, അല്ലാഹുവേ അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, ജീവിതത്തിൽ വിജയം കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി നീ പ്രദാനം ചെയ്യണേ അല്ലാ, പ്രദാനം ചെയ്യണേ അല്ലാ. ഈ അമൽ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണേ അല്ലാ, ജീവിതത്തിൽ മനസ്സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഒരാളെ മുന്നിലും തല കുനിക്കേണ്ട അവസ്ഥ, കൈ നീട്ടേണ്ട അവസ്ഥ നീ നൽകല്ലേ അല്ലാ. ആരെ മുന്നിലും വഷളാക്കല്ലേ അല്ലാ, മാനം കെടുത്തല്ലേ അല്ലാ. രോഗികളുണ്ട് ഈ സയ്യിദിയ മജ്‌ലിസിൽ, ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ. പരിപൂർണമായ ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഒരു നിലക്കും നീ കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ. നീ കാവലേഖണേ അല്ലാ, നീ കാവലേഖണേ അല്ലാ, നീ കാവലേഖണേ അല്ലാ. ഞങ്ങളൊക്കെ ഉപ്പാപ്പമാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്നവരെയും അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അല്ലാ. ഇത് കാണാൻ തുടങ്ങിയത് മുതൽ എനിക്ക് വലിയ റാഹത്താണ്, വലിയ സന്തോഷമാണ്. ഇത് നിങ്ങൾ ഉപ്പാപ്പയുടെ ഒരു കറാമത്തായിരിക്കുമെന്ന് പറയുന്ന ധാരാളം ആളുകൾ, ഉപ്പാപ്പയുടെ ചാരത്ത് പോയി പറയുന്ന ആളുകൾ, അല്ലാഹുവേ അല്ലാഹു അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാ, അവർക്ക് കാവലേഖണേ അല്ലാ. ഈ മജ്‌ലിസ് അവർക്കൊരു കാവലേഖണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ പരാജയം കൊടുക്കല്ലേ അല്ലാ, നീ പരാജയം കൊടുക്കല്ലേ അല്ലാ. സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ, മാക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാ നീ തുറന്നിട്ട് തരണേ അല്ലാ, ഷർറിന്റെ കവാടങ്ങൾ നീ കൊട്ടി അടക്കണേ അല്ലാ, കൊട്ടി അടക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ. നമ്മുമായി പല ഭാഗങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്നും നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അല്ലാഹു അവരെ സകലമാന കാര്യങ്ങളിലും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ധാരാളം ആളുകൾ ബിസിനസ് മേഖലയിൽ നിന്ന് നമ്മുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ, നമ്മുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകൾ, അല്ലാഹു അവരെ ബിസിനസ്സിൽ നീ ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. മജ്‌ലിസിലേക്ക് ഒരു സംഖ്യ മാറ്റിവെക്കുന്ന ആളുകൾ, യതീമക്കളെ സഹായിക്കാൻ ഒരു സംഖ്യ മാറ്റിവെക്കുന്ന ആളുകൾ, അല്ലാഹു അവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാ, അല്ലാഹു വിജയം കൊടുക്കണേ അല്ലാ. അതിൻ്റെ ഒരു കാവൽ അവരെ ബിസിനസ്സിൽ നീ കൊടുക്കണേ അല്ലാ, അവരെ കച്ചവടങ്ങളിൽ കൊടുക്കണേ അല്ലാ, അവരെ ജോലിയിൽ നീ കൊടുക്കണേ അല്ലാ. ഒരു നിലക്കും കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളം ആളുകൾ ഉംറ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഉംറയും സിയാറത്തും ചെയ്യാൻ ധാരാളം ആളുകൾക്ക് ആഗ്രഹമുള്ള ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷാ അല്ലാഹ് ഒരു പോസ്റ്റർ നിങ്ങൾ കാണും. അതിലുള്ള നമ്പറിൽ വിളിച്ച് ഇൻഷാ ആരാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മജ്‌ലിസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റാഹത്തായ രൂപത്തിൽ എല്ലാ നിലക്കും ഫണ്ട് കൊണ്ടും സൗകര്യം കൊണ്ടും എല്ലാ നിലക്കും റാഹത്തായ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്‌ലിസ് സർവീസ് നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളെ അയൽവാസികളിൽ ആരെങ്കിലും
ആരെങ്കിലും ഞമ്മുമായി ബന്ധപ്പെടുന്ന ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ അറിയിച്ചു കൊടുക്കാം. നമുക്ക് കിട്ടുന്ന വലിയൊരു നേട്ടം കൂടി ആയിരിക്കും അത്. അല്ലാഹു ഇനി തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞെന്ന് മാത്രം. അസ്സലാമു അലൈക്കും.